ഹലോ, മിനിസ്റ്റർ അല്ലേ? മേരി തോമസ് മാഡം. ചന്ദ്രമതി പറയൂ. എൻ്റെ കയ്യിൽ നമ്പറുണ്ട്. അത് മാഡം, ഞാൻ വിളിച്ചത്. പിന്നെ മേരി തോമസ് എന്ന് വിളിച്ചാൽ മതി. മാഡം എന്നുള്ള വിളി വേണ്ട. ഞാനൊരു വിഷമം പറയാനാ വിളിച്ചത്. എന്തായിരുന്നു? ബാലുവിന്റെ കാര്യത്തിൽ നടക്കുന്നതൊക്കെ മിനിസ്റ്റർ അറിയുന്നുണ്ടാവുമല്ലോ. നഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് എന്റെ കുടുംബത്തിനാ, എനിക്കാ. ദാ ഇപ്പൊ കണ്ടില്ലേ, ബാലുവിന്റെ ആത്മാവിനെ വേദനിപ്പിക്കാൻ, ബാലുവിന്റെ കീർത്തിക്ക് കോട്ടം വരുത്താൻ ആ പ്രഭ കാണിച്ചത്. ബാലുവിന്റെ കുഞ്ഞാണത്രേ തനുജ. ബാലുവിനെയും സിദ്ധുവിനെയും അടുത്തറിയാവുന്ന ആളാ മിനിസ്റ്റർ. മിനിസ്റ്ററിന് തോന്നുന്നുണ്ടോ ബാലു ഒരു പെണ്ണിനെ ചതിക്കുമെന്ന്? അങ്ങനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ബാലു അവളെ മാത്രമേ വിവാഹം ചെയ്യൂ. അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ വഞ്ചിക്കില്ലായിരുന്നു. ഇനി അഥവാ ബാലുവാണ് ആ കുട്ടിയുടെ അച്ഛനെങ്കിൽ അമ്മ ആരാണെന്ന് പ്രഭയ്ക്കും വീട്ടുകാർക്കും അറിയായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയാത്തെ? ഇത് മറ്റൊന്നുമല്ല, ഞങ്ങളെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തണം, എന്നിട്ട് സിദ്ധാർത്ഥനെ രക്ഷിക്കുക. ഹലോ ഹലോ മാഡം, കേൾക്കുന്നുണ്ടോ? ചന്ദ്രമതി, ഇവിടെ ഇപ്പൊ എന്നെ കാണാൻ പ്രഭാവതി മാഡം വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? മതി. മിനിസ്റ്റർ എന്ത് പറയുന്നു? മേരി തോമസിന്റെ അടുത്ത് പ്രഭാവതി ഇരിപ്പുണ്ട്. അപ്പൊ അവള് മന്ത്രിയെ സ്വാധീനിക്കാൻ പോയതാ. മേരി തോമസിന് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അത് വെച്ചിട്ടൊരു ആനുകൂല്യം സമ്പാദിക്കാനാ പോയിരിക്കുന്നത്. ചേച്ചി, ഈ വിഷയത്തിൽ നമ്മൾ കാത്തിരിക്കണ്ട. ഞാൻ ചന്ദ്രത്തേക്ക് ചെല്ലാം. എന്റെ രീതിയിൽ ഞാനങ്ങ് തീർത്തേക്കാം. വേണ്ട, അതിനൊന്നും സമയമായിട്ടില്ല. എന്താ ഈ വിഷയത്തിൽ ചേച്ചിക്ക് ഇപ്പോഴൊരു സംശയം ബാക്കി കിടപ്പുണ്ടോ? പ്രഭാവതി പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ബാലു എന്നെ വഞ്ചിക്കില്ല. പക്ഷെ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണോ എനിക്ക്.